ISL ഈ സീസണിൽ അനിശ്ചിതകാലത്തേക്ക് ഒന്ന് നിർത്തിവെക്കുന്ന സാഹചര്യത്തിലാണുള്ളതെന്ന് പറഞ്ഞപ്പോൾ പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഇത്തവണ ISL നടക്കില്ലേ എന്നുള്ളത്. അന്നേ നമ്മൾ പറഞ്ഞാണ് ISL നടക്കും, പക്ഷേ അത് എന്ന് പറയുന്ന ഒരു അൺസർട്ടനിറ്റിയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത്. എന്നാൽ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ മറ്റു തരത്തിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പല ക്ലബ്ബുകളും ഷട്ട് ഡൗൺ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇപ്പം ISLലെ 8 ക്ലബ്ബുകൾ AFFന് അവരുടെ കൺസേൺസ് ഒക്കെ അറിയിക്കുന്ന തരത്തിലുള്ളൊരു ലെറ്റർ ഒന്നിച്ച് നിന്ന് സമർപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു അൺസർട്ടനിറ്റി തന്നെയാണ്, കാരണം അവരുടെ ഓപ്പറേഷൻസ് ഒക്കെ ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പറയുന്ന ഒരു കൺസേൺ നിലനിൽക്കുന്നിടത്താണ് ഈ AFFനെ സമീപിക്കാനായിട്ട് തന്നെ ഒരു കാരണമാകുന്നത്. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒഡീഷ FC ഭാഗത്തു നിന്ന് വരുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓഗസ്റ്റ് 5 മുതൽ അവരുടെ സ്റ്റാഫ്സിൻ്റെയും അതുപോലെ പ്ലേയേഴ്സിൻ്റെയും ഒക്കെ കോൺട്രാക്റ്റ് സസ്പെൻഡ് ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഒഡീഷ FC ഒരു പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഇതിനുള്ളിൽ എന്തൊക്കെയോ നടക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ സീസൺ വന്നെയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഗവൺമെൻറ് മാറുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് മുമ്പ് അവർക്ക് കിട്ടിയിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വന്നതാണ്. അവർ വീണ്ടും ഡൽഹിയിലേക്ക് മടങ്ങും, ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളുമൊക്കെ വരുന്നിടത്താണ് ഇപ്പോൾ ഒഡീഷ FC സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത്. അതിന് കാരണം എന്താണെന്ന് അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MRA പുതുക്കലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് പുതുക്കാത്തതിൻ്റെ ഒരു വൺ ഓഫ് ദി റീസൺ ആണ് കോർട്ടിൽ നിന്ന് വെർഡിക്റ്റ് വരേണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അത് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വിധിയും കാര്യങ്ങളൊക്കെ വരാനായിട്ട് അതിൻ്റെ ഒരു സമയം പ്രശ്നങ്ങൾ, പക്ഷേ അത് ഇങ്ങനെ പല ക്ലബ്സിനെയും ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു ഫാക്ടറാണുള്ളത്. അപ്പം രോഹൻ ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒഡീഷ FC ഓണർ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഷട്ട് ഡൗൺ എന്ന് പറയുന്നൊരു കാര്യം സംഭവിക്കാൻ പോകുന്നതല്ല, ഇത് ജസ്റ്റ് സസ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യം മാത്രമാണ് സംഭവിക്കുന്നത്, അല്ലാണ്ട് പ്ലേയേഴ്സിൻ്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തു എന്ന് പറയുന്നൊരു അർത്ഥം ഇതിനില്ല എന്നുള്ളതാണ്. മാത്രമല്ല അവരുടെ വുമൺസ് ടീം വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നൊരു ടീമാണ്, മാനേജ്മെൻറ്റാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ മുറയ്ക്ക് തന്നെ നടക്കും. മെൻസ് ടീമിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ ഉള്ളത് എന്നും അവർ പറയുന്നുണ്ട്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം അവരുടെ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഗവൺമെൻറ് സൈഡിൽ നിന്ന് മുമ്പുണ്ടായിരുന്ന സപ്പോർട്ടിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് നിലവിലിപ്പം ട്രെയിൻ ചെയ്യാനോ അല്ലോ കളിക്കാനോ ഒക്കെയുള്ള ഫെസിലിറ്റീസിൻ്റെ ഒരു അവൈലബിലിറ്റി പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ലീഗിൻ്റെ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ട തരത്തിലുള്ള സ്പോൺസർഷിപ്പും പരിപാടികളിലും ഒന്നും ലഭിക്കാത്തൊരു സാഹചര്യം കൂടി വരും. അപ്പം അതും അവരെ ബാധിക്കും. കാരണം സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണല്ലോ. അപ്പം പ്ലേയേഴ്സിനും സ്റ്റാഫ്സിനും ഒക്കെ സാലറി കൊടുക്കേണ്ട സാഹചര്യം, ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. സോ എന്താകും സംഭവിക്കുക എന്ന് പറയുന്നത്, ഈ കോടതിയുടെ ഒരു വിധി വരിക എന്ന് പറയുന്ന ഫാക്ടറുണ്ട്. അതുപോലെ തന്നെ MRA പുതുക്കൽ സംഭവിക്കണം. അതിനുശേഷം മാത്രമേ ISL ഡേറ്റ്സ് പരിപാടികളൊക്കെ എന്നുള്ള നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. എന്താണെങ്കിലും മറ്റ് സൈഡിൽ കുറച്ച് ക്ലബ്ബുകൾ ആക്റ്റീവായിട്ട് തന്നെ ഇവിടെ ഇപ്പോൾ മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, ജംഷഡ്പൂർ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അങ്ങനെയൊക്കെയുള്ള ക്ലബ്സുകളൊക്കെ നിലവിൽ ഇപ്പോഴും പ്ലേയേഴ്സിനെയൊക്കെ എത്തിച്ചിട്ട് ഇപ്പം ഡ്യൂറൻ കപ്പ് പോലെയുള്ള ടൂർണമെൻറ്റ്സ് ഒക്കെ കളിക്കുന്നുണ്ട്. അല്ലാത്ത ഈ 8 ക്ലബ്ബുകളാണ് അവർ കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു രൂപത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് കമ്മ്യൂണിക്കേഷൻ സനിയ.